ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമുക്ക് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ. കുക്കിംഗ് വീഡിയോ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ കുറച്ച് പേരൊക്കെ ചോദിക്കുന്ന ഡൗട്ടുകൾക്ക് ഞാൻ വാട്സാപ്പിലൂടെ മറുപടി പറയുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പലരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് എന്തൊക്കെ ഫുഡുകൾ സ്കിപ്പ് ചെയ്തു, എന്തൊക്കെ ഫുഡുകളാണ് ഡയറ്റ് ചെയ്തപ്പോൾ കഴിച്ചത്, എന്തൊക്കെയാണ് ചേച്ചി ചെയ്തത് ഇത്രയും വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട്, നന്നായിട്ട് മെലിഞ്ഞല്ലോ എന്നൊക്കെയാണ് കമൻറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ഡയറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഡയറ്റ് ചെയ്യുന്നില്ല, അത് ആദ്യം പറയട്ടെ. ഞാൻ സാധാരണ പോലെ തന്നെ കുറേ നാളുകളായിട്ട് ഞാൻ സാധാരണ പോലെ തന്നെ ചെയ്യുന്ന ആ ഒരു എന്താ പറയുക, പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഞാൻ സാധാരണ നമ്മുടെ ലൈഫിൽ നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ ഫുഡുകൾ കഴിക്കുന്നുണ്ട്, അതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിലെന്താ വ്യത്യാസം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ മുതൽ ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ഒരുപാട് ഫുഡ് കഴിക്കുന്ന ഒരാളല്ല. ഞാൻ ഇതിനു മുന്നേ തന്നെ നേരത്തെയുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഒരു ഇഡലി അല്ലെങ്കിൽ 2 ഇഡലി, മാക്സിമം പോയാൽ 2 ഇഡലി അല്ലെങ്കിൽ ഒരു ദോശ അല്ലെങ്കിൽ 2 ദോശ, ഇത്രയൊക്കെയാണ് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് എൻ്റെ ഫുഡിൻ്റെ ഒരു ഹാബിറ്റ് അങ്ങനെയാണ്. ഞാൻ ഒരുപാട് ഫുഡ് കഴിക്കുന്ന ഒരാളല്ല. പിന്നെ ഞാൻ കുറേ നാളുകളായിട്ട് ഒരു വർഷത്തിന് മേലെ 1.5 വർഷമായിട്ട് ഞാൻ ചോറ് കഴിക്കാറില്ല. വല്ലപ്പോഴും മാത്രമേ ചോറ് കഴിക്കാറുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വയറുവേദന എടുക്കും, ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ഫുഡുകളൊക്കെ നേരത്തെ തന്നെ കഴിക്കാറില്ല, ഫ്രൂട്ട്സ് കഴിക്കാറില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് കോവിഡ് വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ചോറ് കഴിക്കാൻ പറ്റുന്നില്ല, ചപ്പാത്തി കഴിക്കാൻ പറ്റുന്നില്ല, ഗോതമ്പിൻ്റെ സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, പുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ ഇതെല്ലാം സ്കിപ്പ് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്, എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ ഞാൻ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. 1.5 വർഷത്തിന് മേലെയായിട്ട് എൻ്റെ ലൈഫിൽ ഇതൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ്. പിന്നെ ഞാൻ കഴിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു വർഷം മുന്നേ 78 കിലോ ഉണ്ടായിരുന്നു എൻ്റെ വെയിറ്റ്. അത് നിങ്ങൾക്ക് ഈ ഒരു തംബ്നെയിൽ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ നമ്മുടെ വീഡിയോ റെഗുലറായിട്ട് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവും എൻ്റെ വെയിറ്റ് എത്ര കിലോ ആയിരുന്നു. എന്നെ നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ വെയിറ്റ് 78 കിലോ ആയിരുന്നു. ഇപ്പോൾ എൻ്റെ വെയിറ്റ് വരുന്നത് 58 കിലോയാണ്. അതായത് ഞാൻ 20 കിലോ വെയിറ്റ് കുറഞ്ഞു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡയറ്റ് ചെയ്യാതെ അതുപോലെ തന്നെ ഫുഡ് കൺട്രോൾ ചെയ്യാതെ എങ്ങനെയാണ് ഞാനിങ്ങനെ വെയിറ്റ് കുറഞ്ഞതെന്നുള്ളത്. ഇതെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്. ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്തതല്ല ഇതൊന്നും. ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ഇതിനു മുൻപ് ഒരു 1-2 വർഷം മുൻപ് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ ഒരു പൗഡർ എഴുതി തന്നിട്ട് ആ പൗഡറൊക്കെ കഴിച്ചിരുന്നു. പക്ഷെ എന്നിട്ടൊന്നും എനിക്ക് ഒരുപാട് വെയിറ്റ് ലോസ് ഒന്നും സംഭവിച്ചില്ല. ഒരു 1-2 കിലോയൊക്കെ വെയിറ്റ് വ്യത്യാസം വന്നിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു വെയിറ്റ് വ്യത്യാസം വന്നതെന്താണെന്ന് വെച്ചാൽ, ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വലിയ ചിലവുകളൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ കിച്ചൂസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാൻ ഫ്രൈഡ് ഫുഡ് ഒന്നും കഴിക്കാറില്ല. ഫ്രൈഡ് ഐറ്റംസ് എല്ലാം നമ്മൾ സ്കിപ്പ് ചെയ്യുക. ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഫ്രൈഡ് ഫുഡ് കഴിക്കാറില്ല കേട്ടോ, കഴിക്കാത്തത് കൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഡിന്നർ വരെ കഴിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം വെള്ളം കുടിക്കാമോ അത്രത്തോളം വെള്ളം കുടിക്കുക. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഒരു 5 മണി മുതൽ രാത്രി ഒരു 7:30 വരെ നമ്മൾ വെള്ളം ഞാൻ അത്രയും സമയം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. അതിങ്ങനെ ഒരുപാട് വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുകയല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് സിപ്പ് ചെയ്ത് അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. അത് 4-4.5 ലിറ്ററോളം വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെ കൊണ്ട് കുടിക്കാവുന്നതിൻ്റെ മാക്സിമം വെള്ളം നമ്മൾ ഒരു ദിവസം കുടിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു 1-1.5 ഗ്ലാസ് വെള്ളം കുടിക്കും. ഞാൻ ചിരിച്ചു പോയതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, വീഡിയോ എടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്, ക്യാമറയുടെ ബാക്കിലിരിക്കുന്നത് രാജീവേട്ടനാണ്. ഞങ്ങൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഉച്ച സമയത്താണ്. ഊണ് കഴിച്ചു കഴിഞ്ഞിട്ട് രാജീവേട്ടൻ വെറുതെ ഇരുന്നാലും എന്ത് ചെയ്തുകൊണ്ടിരുന്നാലും, വർക്ക് ഒഴികെ ബാക്കി എന്ത് കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നാലും നന്നായിട്ട് ഉറങ്ങും. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ഉറക്കം തൂങ്ങാണ്. ആ ഉറക്കം തൂങ്ങുന്നത് കണ്ടിട്ട് ഞാൻ ചിരിച്ചു പോയതാണ്, വേറെ ഒന്നല്ല. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ ഇരുന്നത്. ഒരു മിസ്റ്റേക്ക് പറയാനിരിക്കുന്ന ആൾ ഉറങ്ങിപ്പോവാണ്, അതാണ് ഇവിടെ സംഭവം. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം.
രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഗ്ലാസ് 1.5 ഗ്ലാസോളം വെള്ളം കുടിക്കും. 5 മണിക്ക് എഴുന്നേറ്റ് ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ വെള്ളം കുടിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കും. പിന്നെ ഇങ്ങനെ ടൈമൊന്നുമില്ല, ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. സിപ്പ് ബൈ സിപ്പായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. ഒരു 6 മണിക്കുള്ളിൽ ഞാനൊരു 2-3 ഗ്ലാസ് വെള്ളത്തിൽ കൂടുതൽ 3-3.5 ഗ്ലാസ് വെള്ളത്തോളം ഞാൻ അപ്പോൾ തന്നെ കുടിക്കും കേട്ടോ, 6 മണിക്കുള്ളിലായിട്ട് തന്നെ. അങ്ങനെ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഒരു 8 മണിയൊക്കെ ആവും, 8-8:30 ആവുമ്പോഴായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാലും ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ലൈറ്റായിട്ടാണ്. എന്താണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിലും ഒരു സിപ്പ് വെള്ളം കുടിക്കുക, ഫുഡ് വായിലേക്ക് വയ്ക്കുക, പിന്നെ ഒരു സിപ്പ് വെള്ളം കുടിക്കുക, ഫുഡ് വായിലേക്ക് വയ്ക്കുക. ഞാനൊരു 5 മിനിറ്റ് എടുത്താണ് ഫുഡ് കഴിക്കുന്നതെങ്കിൽ ആ 5 മിനിറ്റിനുള്ളിൽ ഞാൻ പല പ്രാവശ്യമായിട്ട് സിപ്പ് ബൈ സിപ്പായിട്ട് ഫുഡ് കഴിക്കുന്നതോടൊപ്പം തന്നെ വെള്ളം കുടിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും രാത്രി ഫുഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സാലഡ്. സാലഡ് ഇല്ലാതെ ഫുഡ് കഴിക്കാറില്ല. ഡെയിലി കടലയും അതുപോലെ സാലഡും അത് മസ്റ്റാണ് എൻ്റെ ഫുഡിൽ. കടല എന്ന് പറയുമ്പോൾ വെള്ളക്കടല വേവിച്ചതിൻ്റെ കൂടെ സാലഡ് മസ്റ്റാണ് കേട്ടോ. അത് സാലഡിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ സവോള വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ്. സവോളയും ക്യാരറ്റും കുക്കുംബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം നന്നായിട്ട് വാട്ടർ കണ്ടന്റ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ സവോളയും ക്യാരറ്റും ഈ കുക്കുംബറും തൈരും ഉപ്പും ഒരു പച്ചമുളകും ഇത്രയാണ് ഞങ്ങൾ സാലഡിൽ ഇവിടെ ചേർക്കുന്നത്. വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടാണ് സാലഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മിക്സ് ചെയ്ത് സാലഡ് റെഡിയാക്കി ഒരുപാട് തൈര് ചേർക്കും കേട്ടോ. നന്നായിട്ട് പുളിയില്ലാത്ത തൈര് ചേർത്തിട്ടാണ് സാലഡ് ഉണ്ടാക്കുക. ആ സാലഡിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ആ സാലഡിൻ്റെ റെസിപ്പി കാണിക്കാം. പിന്നെ കിച്ചൂസ് ഇവിടെ പല വെറൈറ്റി സാലഡുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറാണ് ഞാൻ കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്തിരുന്നത് എന്തിൻ്റെ റെസിപ്പിയാണ്, ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാമോ, എന്താണിതെന്നൊക്കെ ചോദിച്ചിട്ട്. അത് നമ്മൾ ഷെയർ ചെയ്യാം കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അത് കുറച്ച് വേറെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് അവൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയും ഷെയർ ചെയ്യാം. ഡെയിലി ഫുഡിൽ നമ്മൾ സാലഡ് ഉൾപ്പെടുത്തുക. അപ്പോൾ എനിക്ക് അലർജി ഇല്ലാത്തൊരു ഫുഡ് എന്ന് പറഞ്ഞാൽ മൈദയാണ്. മൈദയോടെ എനിക്ക് അലർജി ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ രാത്രി കഴിക്കുന്നത് ഒരു പൊറോട്ട ഹെൽത്തി അല്ല എന്നറിയാം, പക്ഷെ വിശക്കുമ്പോൾ മനുഷ്യർക്ക് ഫുഡ് കഴിക്കണ്ടേ. അപ്പോൾ ഒരു പൊറോട്ട, കൂടുതൽ സാലഡ്, കൂടുതൽ കടല, ഇതാണ് ഞാൻ രാത്രി കഴിക്കുന്നത്. ഇവരൊക്കെ ചപ്പാത്തിയാണ് കഴിക്കുന്നത്. എനിക്ക് ചപ്പാത്തി കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇത് കഴിക്കുന്നു. അപ്പോൾ ഇത് രാത്രിത്തെ ഫുഡ്. പിന്നെ വൈകുന്നേരം കഴിക്കുന്നത് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കുന്നത്, ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കാം, ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കാം, ഞാലിപ്പോകുമ്പോഴാണ് കഴിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഫുഡ് പോകുന്നത്. അതല്ലാതെ നമ്മൾ ഫ്രൈഡ് സ്നാക്സ് ഒന്നും കഴിക്കാറില്ല. ഫ്രൈഡ് ഫുഡ് ഒഴിവാക്കുക. പിന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഷുഗർ കൺസംഷൻ കട്ട് ചെയ്യുക. ഷുഗർ നമ്മൾ നമ്മുടെ ഫുഡിൽ നിന്നും അതുപോലെ നമ്മുടെ ലൈഫിൽ നിന്ന് തന്നെ ഷുഗർ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക. ഷുഗർ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വെയിറ്റ് കുറയുന്നതായിരിക്കും. അത് നിങ്ങൾ ട്രൈ ചെയ്തോളൂ. നമ്മളൊരു ഡേറ്റ് വെച്ചിട്ട്, ഇപ്പം നിങ്ങൾ 1-ാം തീയതിയാണ് നിങ്ങൾ വെയിറ്റ് ലോസ് ആരംഭിക്കുന്നതെന്നുണ്ടെങ്കിൽ 1-ാം തീയതി മുതൽ ചായയിലും കാപ്പിയിലും അതുപോലെ നമ്മുടെ ഫുഡിൽ ഒന്നിലും നമ്മൾ പഞ്ചസാര ചേർക്കരുത്. പഞ്ചസാര ഒഴിവാക്കുക. ശർക്കര ചേർക്കാം, പക്ഷെ നമുക്ക് ശർക്കരയും വേണമെന്നില്ല, ശർക്കരയും ഒഴിവാക്കാം. പഞ്ചസാരയും ശർക്കരയും ഒഴിവാക്കിയിട്ട് നമുക്ക് നമ്മുടെ ഫുഡ് മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ തന്നെ ചായ കുടിക്കണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഒരു പീസ് ശർക്കര എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ചായ കുടിച്ചോളൂ. ചായ കുടിക്കണം എന്ന് നിർബന്ധം ഇല്ലെങ്കിൽ ചായ അങ്ങോട്ട് ഒഴിവാക്കാം കേട്ടോ. പകരം നിങ്ങൾ ഗ്രീൻ ടീ കുടിക്കൂ. രാവിലെ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കുക. ചായയും പാലും ഒന്നും നിർബന്ധം ഇല്ലാന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് ഒഴിവാക്കിക്കോളൂ. ചില ആളുകൾക്ക് നിർബന്ധമായിരിക്കും, ചില ആളുകൾക്ക് നിർബന്ധം ഉണ്ടാവില്ല. അപ്പോൾ നിർബന്ധം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കുക. അപ്പോൾ ഈ പഞ്ചസാര ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും തന്നെ നന്നായിട്ട് വെയിറ്റ് കുറയും കേട്ടോ. അത് നിങ്ങൾ ട്രൈ ചെയ്തോളൂ. കിച്ചൂസിൻ്റെ വെയിറ്റ് എത്രയാണെന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. കിച്ചൂസ് വെയിറ്റ് ലോസിൻ്റെ ആ ഒരു ഇതിൽ പഞ്ചസാര ഒഴിവാക്കിയിട്ട് ഒരു 4-5 ദിവസമായിട്ടുള്ളൂ. പഞ്ചസാര ഒഴിവാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. അവൻ്റെ വെയിറ്റ് കുറഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറയാം കേട്ടോ അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ പഞ്ചസാര സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഫ്രൈഡ് ഐറ്റംസ് ഒഴിവാക്കുക. ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ള കാര്യങ്ങൾ, നമ്മൾ ബീഫാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ചീസ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ചീസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫുഡിൽ നിന്ന് ഒഴിവാക്കിക്കോളും. നമുക്ക് വെയിറ്റ് ലോസ് തനിയെ കിട്ടിക്കോളും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കഴിക്കാം. ചോറ് കഴിക്കാം. ചോറിൻ്റെയൊക്കെ അളവ് കുറച്ചിട്ട് പച്ചക്കറി കൂടുതൽ കഴിക്കാം. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ കറികൾ കൂടുതൽ ഉൾപ്പെടുത്തുക. മെയിൻ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡ് കുറയ്ക്കുക.
അതുപോലെ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ള ഫുഡ് കൂടുതൽ ഉൾപ്പെടുത്താം. നമുക്കിപ്പോൾ കപ്പലണ്ടി കഴിക്കാം, കപ്പലണ്ടി നമ്മൾ എണ്ണയില്ലാതെ വറുത്തിട്ട് കഴിക്കാം. അതുപോലെ കാഷ്നട്ട് കഴിക്കാം, പിന്നെ നമ്മുടെ ആൽമണ്ട്സ് കഴിക്കാം, അങ്ങനെയുള്ള നട്ട്സൊക്കെ കഴിക്കാം. നമുക്ക് നട്ട്സൊക്കെ ഒഴിവാക്കാതിരിക്കുക. പിന്നെ മുട്ട കഴിക്കാം. ഒരു മുട്ടയൊക്കെ ഡെയിലി കഴിച്ചു എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. മുട്ടയൊക്കെ നിങ്ങൾ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തിക്കോളൂ. ഞാൻ മുട്ട ഡെയിലി അല്ല, വല്ലപ്പോഴും ഒരു ആഴ്ചയിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് ഒക്കെ മുട്ട കഴിക്കാറുണ്ട്. ഡെയിലി ഞാൻ മുട്ട കഴിക്കാറില്ല. അപ്പോൾ മുട്ടയൊക്കെ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ മുട്ട നിർബന്ധമാണെങ്കിൽ കേട്ടോ, എനിക്ക് മുട്ടയും ഇറച്ചിയും മീനും ഒന്നും അങ്ങനെ അത്ര നിർബന്ധമുള്ള കാര്യങ്ങളല്ല. മുട്ട ഞാൻ ഇടയ്ക്ക് കഴിക്കാറുണ്ട്, ചില ദിവസങ്ങളിൽ കഴിക്കാറില്ല. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് ഉൾപ്പെടുത്താം. വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക, അതുപോലെ തന്നെ സവോള കൂടുതൽ കഴിക്കുക. സവോള നമ്മുടെ ഫുഡിൽ കൂടുതൽ കഴിക്കുക. തൈര് നന്നായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ അളവ് കുറവായിരിക്കും നമ്മൾ സാലഡ് കഴിച്ചിട്ട് ചപ്പാത്തി കഴിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ നമ്മൾ സാലഡൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ ഒരു 3 ചപ്പാത്തി കഴിക്കുന്ന ആൾ 2 ചപ്പാത്തിയായിട്ട് കുറയ്ക്കും. അങ്ങനെ നമ്മൾ സാലഡും കറികളും കൂടുതൽ കഴിച്ചിട്ട് 3 ചപ്പാത്തി എന്നുള്ളത് 2 ചപ്പാത്തിയായിട്ട് കുറയ്ക്കുക. അങ്ങനെ ചപ്പാത്തി അല്ലെങ്കിൽ 3 ചപ്പാത്തി തന്നെ വേണമെന്ന് നിർബന്ധമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ വലിപ്പം കുറയ്ക്കുക, വട്ടം കുറയ്ക്കുക, തിക്നെസ് കുറയ്ക്കുക, എണ്ണം 3 തന്നെ ആയിട്ട് കഴിക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം. അങ്ങനെയൊക്കെയാണ് എൻ്റെ വെയിറ്റ് കുറഞ്ഞത്. ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ വെയിറ്റ് നോക്കിയപ്പോൾ 58 കിലോയാണ് എൻ്റെ വെയിറ്റ്. ഇതുപോലെ വെള്ളം കൂടുതൽ കുടിക്കുക. എന്താണെന്ന് വെച്ചാൽ ചൂടുകാലമാണ്, എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടാവും. അപ്പോൾ ആ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂട്ടുക. ഫുഡിനോടൊപ്പം തന്നെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക. ഫുഡ് നമ്മൾ എടുക്കുന്ന അളവ് കുറയും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ആയിട്ട് നന്നായിട്ട് കൂടുതൽ വെള്ളം കുടിക്കുക. ഒരു 1-1.5 ഗ്ലാസ് വെള്ളത്തോളം കുടിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കുക. ഈ 1.5 ഗ്ലാസ് വെള്ളം കുടിച്ചു എന്ന് വെച്ചിട്ട് പിന്നെ വെള്ളം കുടിക്കേണ്ടെന്നല്ല, വീണ്ടും വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുക. പിന്നെ ഇടയ്ക്ക് ഫുഡ് കഴിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറയ്ക്കുന്ന പരിപാടി, സ്നാക്സ് പരിപാടി, അങ്ങനെയുള്ള പരിപാടിയൊക്കെ നിർത്തലാക്കുക. അതിന് പകരം നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുക, അങ്ങനെ വെജിറ്റബിൾസ് കഴിക്കുക, ക്യാരറ്റൊക്കെ വെറുതെ കഴിക്കാം, അതുപോലെ ഫ്രൂട്ട്സ് കഴിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുക. ഈ ഇടയ്ക്ക് സ്നാക്സ് കുറയ്ക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിർത്തിക്കോളൂ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ വെയിറ്റ് കുറയും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി നമ്മുടെ റുട്ടീനിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് നടക്കുക. നമ്മൾ ഓടുക, ചാടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട. നമ്മുടെ വീട്ടിലെ ജോലികൾ ചെയ്യുന്നതിൻ്റെ കൂടെ രാവിലെയോ വൈകിട്ടോ നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ നിങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങുക. ഞാനിപ്പോൾ നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു 45 മിനിറ്റ് നടക്കുന്നുണ്ട് ഡെയിലി. അതിൻ്റെ ഒരു വ്യത്യാസവും കൂടി ഉണ്ട് കേട്ടോ. നടക്കാനും കൂടി തുടങ്ങിയപ്പോഴാണ് ഫാസ്റ്റായിട്ട് വ്യത്യാസം കണ്ടു തുടങ്ങിയത്. അപ്പോൾ 45 മിനിറ്റ് നടക്കുന്നുണ്ട്, വൈകിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതും ഒരു വ്യത്യാസമാണ് എൻ്റെ ലൈഫിൽ കൊണ്ടുവന്നത്. ഒരു മാസത്തിന് മേലെയായിട്ട് 1.5 മാസമായിട്ട് ഞാൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നടക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ചുമയും ആ സൗണ്ടിൻ്റെ വ്യത്യാസമൊക്കെ വന്നതുകൊണ്ട് ഞാനിപ്പോൾ ആൻറ്റിബയോട്ടിക് എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ പറ്റുന്ന പോലെ ആദ്യം തന്നെ 45 മിനിറ്റ് നടക്കാമെന്നല്ല, ആദ്യം പതുക്കെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ ആക്കി നടന്ന് പതുക്കെ ഒരു 40 മിനിറ്റ് 35 മിനിറ്റ് ഒക്കെ നടന്നു, മിനിമം അരമണിക്കൂറെങ്കിലും നടക്കുക. അത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. അതും കൂടി ഈ ഒരു കാര്യം നമ്മൾ ഈ ഒരു ഫുഡ് കൺട്രോൾ ചെയ്യുന്നതിൻ്റെ കൂടെ വെള്ളം കുടിക്കുന്നതിൻ്റെ കൂടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ വരുത്തിയ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ നന്നായിട്ട് വയറ് കുറയാനും നല്ലതാണ് കേട്ടോ ഈ ഒരു നടപ്പ്. വയറ് കുറയുന്നത് നല്ല വ്യത്യാസം വരും. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ വാട്സാപ്പ് ചെയ്തോ ഒക്കെ എന്നൊന്ന് അറിയിക്കുക. അപ്പോൾ എന്നോട് വെയിറ്റ് ലോസിൻ്റെ കാര്യം ചോദിച്ചവർക്കൊക്കെയുള്ള മറുപടിയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ കാണുമ്പോൾ. ഞാനപ്പോൾ ആദ്യം ഒരു ലൈവായിട്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ലൈവ് പലർക്കും മിസ്സായി പോകുന്നുണ്ടാവും. എല്ലാവരും ഒരു ഹായ് പറഞ്ഞ് ആ ഹായ്ക്ക് ഞാനൊരു മറുപടി ആയിട്ടൊരു ഹായ് പറഞ്ഞൊക്കെ വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാനൊരു ലൈവ് ചെയ്യാതെ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്തിട്ട് പറയാമല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു ദിവസം നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് കാണാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് നമ്മുടെ അടുത്തൊരു ദിവസത്തെ വീഡിയോയുമായിട്ട് കാണാം. അപ്പോൾ ബൈ.